ബീരാൻകത്തോടെ നമ്മൾ ആ മാഷിനെ കാത്തിക്കുക. ഓക്കെ ശരി സാ. ഹലോ പറയാടാ, എന്താണ്, എവിടെ എത്തി? ഞാനിപ്പോൾ വരാട്ടാ. എന്താ ബീരാൻക? മാഷേ, ഞാൻ മാഷിനെ കാത്തിക്കായിരുന്നു. എന്താ? അവര് വിളിച്ചിരുന്നു. അവർക്കത് അത്ര കണ്ട് പറ്റിയിട്ടില്ല എന്നാ തോന്നുന്നത്. അതിനാണോ ഈ സങ്കടപ്പെടുന്നത്? ഫൗസിക്ക് പറ്റിയ ഒരു സുൽത്താൻ വരും, നിങ്ങൾ വിഷമിക്കണ്ട. എനിക്ക് വേറൊരു കാര്യം പറയണ്ടായിരുന്നു. ബീരാൻക, നിങ്ങൾ ഇപ്പോഴും ആ പഴയ ആളാ. ആ വസ്ത്രത്തിലും സംസാരത്തിലും നിങ്ങൾക്കൊരു മാറ്റമില്ല. പക്ഷെ കുട്ടികളൊക്കെ മാറിക്കഴിഞ്ഞു. അവരൊക്കെ സഹിക്കാനും പൊറുക്കാനും പഠിച്ചു കഴിഞ്ഞു. ന്യൂ ജനറേഷൻ അല്ലേ. നമുക്ക് നാളെ കാണാം. ലേശം ധൃതിയുണ്ട്. എന്നാ ശരി മാഷെ. അപ്പൊ ശരി, നാളെ കാണട്ടെ. ശരി, തീർച്ചയായിട്ടും. കുഞ്ഞിപ്പാ, നല്ല തിരക്കിലാണല്ലോ. നല്ല വിശപ്പുണ്ട്. എന്താ ഇവിടെ കഴിക്കാനുള്ളത്? അനക്കെന്താ വേണ്ടി? എൻ്റെ വർത്താനം കേട്ടാ തോന്നുന്നു ഇവിടെ ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് എന്ന്. എന്നാ ഒരു കാര്യം ചെയ്യേ, എന്നാ അരുവി മീൻചാറ് എടുക്കടോ, എന്നാ നേന്ത്രപ്പഴം പോത്തച്ച് എടുക്കടോ, അല്ലെങ്കിൽ ലഡുവും ചമ്മന്തി എടുക്കടോ. ഇതെന്താ തൊല്ലെ വർത്താനം പറഞ്ഞേ? ഇവിടെ ഉണ്ടപ്പരും പയമ്പരും ഉള്ളു. വേണമെങ്കിൽ തിന്നു പോയാ മതി. നാട്ടില് വേറെ ചായക്കടയൊക്കെ ഉണ്ട് കേട്ടാ. കുഞ്ഞിപ്പാ, ഒരു ചായ അങ്ങനെ പറയ്. എനിക്ക് ഓസി കിട്ടുന്ന ഇവിടെ തന്നെ വരണം. തൊള്ളപ്പളിയൻ. ഞാൻ പിടിക്കാം. മാഷോ, ചന്ദ്രൻകുട്ടിക്ക് ഒരു ആലോചനയായിട്ട് വന്നതാ. നിങ്ങളൊന്നും ഇങ്ങോട്ട് വരീൻ. ഞാനാണ് പുറത്തേക്ക് ഇറങ്ങാം. ശരി. മാഷ് പറഞ്ഞ ആലോചനയുമായിട്ട് വന്നതാണ്. ചെക്കൻ തിരുനാളൊക്കെ അടുത്ത് പല്ലാറാണ് താമസം. മാഷ് പറഞ്ഞോണ്ട് നോക്കാം. നല്ല വിദ്യാഭ്യാസമുള്ള പയ്യനായിരിക്കണം. സ്വഭാവം നല്ല ചെക്കനാണ്. എന്നാ നല്ലൊരു ദിവസം നോക്കിയിട്ടുണ്ട് പോയി. എന്നാ അങ്ങനെ ആവട്ടോ. പറഞ്ഞ കാര്യം വല്ലതും നടക്കും മെമ്പറെ. ഒന്നിങ്ങോട്ട് വരി. എന്താ നിങ്ങളും വരി. എന്നാ പിന്നെ ഞാനും ഉണ്ട്. എല്ലാരും കൂടി എന്താ നിങ്ങളെ മോളെ കാര്യം നടക്കണേ കുഞ്ഞപ്പാനെ വീട് പറഞ്ഞേക്കണം. എന്തൊക്കെ ചന്ദ്ര ഈ പറയണത്?
ബീരാൻക നാട്ടിൽ അവനെ കുറിച്ച് വളരെ മോശമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ, ഇതൊരു പെൺകുട്ടിയുടെ കാര്യമല്ലേ, ഞാനിതിന്റെ വ്യക്തമായ കാര്യങ്ങൾ അന്വേഷിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളെല്ലാരും കൂടെ ഉണ്ട് വന്നേ. ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇതൊരു പുല്ലും പറയണ്ട, അതിനെ പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വീരാങ്ക, ഞാൻ പോയിട്ട് നാളെ വരാം. എന്നാ ഞാനും പോയി വീരാങ്ക. അപ്പൊ ഞാനും ഉണ്ട്. വിദ്യ വിളിക്കാനേ. വീരാനെ, അന്ന് ഞാൻ അപ്പോഴും എന്നോട് പറഞ്ഞില്ലേ ആ ചെക്കനെ ഇവിടുന്ന് ഒഴിവാക്കണമെന്ന്. കുഞ്ഞിപ്പാനെ ഒഴിവാക്കിയാലേ എൻ്റെ മോളെ കല്യാണം നടക്കുള്ളൂ. എന്താ ചെയ്താലേ ഞാൻ പോവട്ടോ. പൗസ്യ മോളെ, എന്താ കുഞ്ഞിക്ക? ഞാൻ കാരണം എന്റെ കല്യാണം മുടങ്ങുന്നത്. എന്ന് ആര് പറഞ്ഞു? എല്ലാരും പറയുന്നുണ്ട് എന്റെ പൗസ്യ മോളെ കല്യാണം മുടങ്ങുന്നത് ഇന്നെ കൊണ്ടാണ്. ഏയ്, എല്ലാരും പറഞ്ഞോട്ടെ, നിങ്ങൾ എന്റെ പൊന്നാങ്ങളല്ലേ. ആ കുട്ടീനെ ആവി വരുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് നോക്കിയേ. ചെല്ലിക്ക. ചന്ദ്ര അങ്ങോട്ട് നോക്ക്, വലിയൊരു കൊക്ക്. അത് കാക്കല്ലടാ, ഈ കണ്ണട ഊരി നോക്കടോ. കണ്ണാടൊന്നും നോക്കിയിട്ടുള്ള പരിപാടിയില്ല. ഏതോ ഒരു വണ്ടി വന്ന് അത് നിൽക്കുന്നുണ്ടല്ലോ. കറുത്ത കാറാണല്ലോ. അത് വെളുത്ത കാറാണ്. ഒന്ന് പോയി നോക്കുക. പോയി നോക്ക്. അല്ലാ, നല്ലതുണ്ടല്ലോ. എന്താ എന്റെ കുഞ്ഞിപ്പാക്ക് പറ്റിയത്? മോളെ, കുഞ്ഞിപ്പാ, കുഞ്ഞിപ്പാ, എന്താ എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്ത് പണിയാടാ കാണിച്ചത്? എനിക്ക് എന്താ പറ്റിയത്? കൂടെ കുഞ്ഞപ്പാ എന്തിനാ കുഞ്ഞിക്ക ഇങ്ങനെ ചെയ്തത്? നിങ്ങൾ എന്റെ പൊന്നിക്കല്ലേ. ആളുകൾ പലതും പറയും കുഞ്ഞിപ്പ. ദുനിയാവ് ഇങ്ങനെ നീണ്ടു കിടക്കല്ലേ, പടച്ചോനൊരു വഴി കാണിച്ചു തരും. ഇനി എന്റെ മനസ്സ് വേദനിപ്പിച്ച ഞാൻ ഉണ്ടാവില്ലേക്ക. വീരൻക, എന്താ വീരൻക വരാൻ പറഞ്ഞു? ആ മാഷേ, ഞാൻ നിങ്ങളൊക്കെ ഒന്ന് കാണാതിരിക്കായിരുന്നു. എന്താ പ്രശ്നം? നിങ്ങളെല്ലാവരും പറയുന്നുണ്ടല്ലോ കുഞ്ഞിപ്പാനെ ഒഴിവാക്കണമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയോ? ഒരു കോളും മഴയുള്ള കാലത്ത് പൊന്തിപ്പുഴ അങ്ങനെ നിറഞ്ഞൊഴുകുക. അതിലിൻ്റെ കദീഷും പൗസിമോളും മുങ്ങി താഴുമ്പോൾ ഓനാണ് എൻ്റെ പൗസിമോളെ രക്ഷിച്ച്. അതിൽ ഓൻ്റെ പിമ്മി എൻ്റെ പെണ്ണുങ്ങളുടെ കൂടെ പോയ കൊണ്ടുപോയി. ഇന്നേ വരെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഓളെ ഓൻ വേദനിപ്പിച്ചിട്ടില്ല. ഓൾക്ക് ഓനെ ഭയങ്കര ഇഷ്ടായി. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഓനെ ഒഴിവാക്കിയിട്ട് ഇക്കൊരു കാര്യം വേണ്ട. നിങ്ങൾ പറയും, ഞാൻ എന്താ നീ ചെയ്യണ്ടത്? ഇക്ക് ഓനെ ഒഴിവാക്കാൻ പറ്റൂല. എൻ്റെ കൂട്ടിനൊരു വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല. ഓൾക്ക് ഓനെന്ന് പറഞ്ഞ ജീവന. ഒരു പെങ്ങളും ആങ്ങളെ എങ്ങനെ അതേപോലെയാണ് ഓല് കഴിയണത്. നാട്ടിൽ പലതും നടക്കുന്നുണ്ടാവും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓൻ്റെ കൂടെ പറപ്പാണ്. ഓനെ ഒഴിവാക്കിയിട്ട് ഈ കല്യാണം വേണ്ടക്ക്. ഓനെ പറ്റാത്തവർക്ക് എൻ്റെ മോളും വേണ്ട.
നേരത്തിന്റെ വില അറിയാത്ത കുറെ ജനങ്ങളുണ്ട് നമ്മളെ നാട്ടില്. കല്യാണം മുടക്കികള്. അത് എല്ലാ നാട്ടിലും ഉണ്ട് ചന്ദ്ര. വീരാനെ, നീ ഒന്നുകൊണ്ടും ബേജാറണ്ട, എൻ്റെ കൂടെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ട്ടോ. ശരി. മാഷേ നല്ല സ്വഭാവമുള്ള കുട്ടിയാ. കുടുംബം അതുപോലെ തന്നെ നല്ല ഉത്തമ കുടുംബം. അതുകൊണ്ടാണല്ലോ മാഷയ്ക്ക് വേണ്ടി ഞാൻ ഈ പ്രപ്പോസൽ ഏറ്റെടുക്കാന്ന് വിചാരിച്ചത്. എനിക്കറിയാം മാഷേ, ഞാനത് മാഷോട് പറയാതിരിക്കായിരുന്നു. അത് തന്നെയാണ് വേണ്ടത്. അത് പെട്ടെന്ന് നമുക്ക് നടത്തിയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാം. എല്ലാം മാഷ തീരുമാനം മതി. എന്താ മാഷേ? ഞാൻ പറക്കാട് പോയിരുന്നു. ആ നമ്മുടെ മാഷ വീട്ടിൽ പോയിരുന്നു. ആ. കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവര് നല്ല കുടുംബ. ആ. അത് നമുക്ക് അങ്ങോട്ട് നടത്തിക്കൂടെ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയേ. ഞാനൊന്ന് നീങ്ങട്ടെ, കുറച്ച് ധൃതിയുണ്ട്. ഇത് പറയാൻ വേണ്ടിട്ട് വന്നതാ. ഞാൻ പറയാം മാഷേ. ആ എന്തിനാ മാഷെ വിളിച്ചേ? അല്ല, എത്ര കല്യാണാലോചന വന്നതാ കുട്ടിക്ക്? ഒന്നും നടക്കുന്നില്ല. 4 ഭാഗത്തും കല്യാണം മുടക്കികളാ. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ ഒരു അറബിക് മാഷുണ്ട്. നല്ല പയ്യനാ. കുട്ടി അറിയും, ഞാൻ നിങ്ങളെ സംസാരിച്ച് നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ആലോചിച്ചാൽ എന്താ? അതിപ്പോ കുഞ്ഞിക്കും വാപ്പയൊക്കെ. കുഞ്ഞിപ്പാനോടും വാപ്പാനോടൊക്കെ ഞാൻ സംസാരിച്ചോളാം. അതൊന്നും അത്ര വലിയ വിഷയമല്ല. കുട്ടിക്ക് സമ്മതാണോ? അതാണോ അറിയേണ്ടത്. അതിപ്പോ ഒരു ഇപ്പോ ഇല്ല. ഈ മൗനം സമ്മതമായിട്ട് ഞാൻ അങ്ങോട്ട് കണക്കാക്കിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ശരി കേട്ടോ. ഓക്കെ. എല്ലാരും പറഞ്ഞപ്പോ എന്റെ മനസ്സ് വേനിച്ചു പോയി. അങ്ങനെ ചെയ്തു പോയതാണ്. മാഷ് കല്യാണക്കാരൻ പറഞ്ഞിന്ന് എനിക്ക് പെരുത്ത് സന്തോഷായി. അറബി മാഷിന്റെ കാര്യം നിങ്ങളോട് പറയാതിരിക്കായിരുന്നു. അന്നല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ച്. എന്താ കുഞ്ഞിക്കാടെ കയ്യില്? ഇത് എന്റെ കല്യാണത്തിന് കരുതി വെച്ചാണ്. ഇത് ജി മേടിക്കണം. എനിക്ക് വേണ്ടി ദോഹ ചെയ്തോളാം. എന്തപ്പാ ആലോചിച്ചിരിക്കുന്നത്? അത് ഞാൻ നിന്റെ ഉമ്മാനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഉപ്പ ബേജാറാവാണ്ടിരിക്കും. ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, വരും. ഇക്കൊന്നും വേണ്ട മോളെ. എന്തേലും കഴിച്ചിക്കണ? ഇല്ല, നിങ്ങൾ വരും. ഓനെവിടെ? കുഞ്ഞിപ്പ എവിടെ? കുളിക്കുന്നുണ്ട്. കല്യാണത്തിനൊക്കെ ഇനിയിപ്പോ കായ് കുറെ വേണം. മാഷ എന്തൊക്കെ കരുതിയിട്ടുണ്ട്. അതൊക്കെ അങ്ങോട്ട് നടന്നാ മതിയായിരുന്നു. ബീരാങ്ക, കടക്കാരായാ? ആ എന്തേന്ദ്ര? ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ആ നിങ്ങളെ കാര്യത്തിലൊക്കെ തീരുമാനം മാഷം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ട്.
കല്യാണമൊക്കെ പൊടി പൊടിക്കണം. എൻ്റെ വക ഒരു ചവിട്ടുകളി ഉണ്ടാവും. എല്ലാവരും മതസൗഹാർദ്ദമായി നീങ്ങട്ടെ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നാ മതി ചന്ദ്ര. എന്നാ ഞാൻ പോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ. ആയിക്കോട്ടെ. മോളെ പാപ്പ നിക്കാഹിന് പോയിട്ട് വരാം. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ചേലഞ്ചും പുഞ്ചിരി തൂകി നിൽക്കുന്നൊരു ഫൗസിയ മോളെ, നിക്കാഹിനൊരുങ്ങി നിൽക്കണ സുന്ദരി പെണ്ണെ, പെണ്ണെ മണവാട്ടി പെണ്ണെ, പെണ്ണെ മണവാട്ടി പെണ്ണെ. ചേലഞ്ചും പുഞ്ചിരി തൂകി നിൽക്കുന്നൊരു ഫൗസിയ മോളെ, നിക്കാഹിനൊരുങ്ങി നിൽക്കണ സുന്ദരി പെണ്ണെ, പെണ്ണെ മണവാട്ടി പെണ്ണെ, പെണ്ണെ മണവാട്ടി പെണ്ണെ. വീരാങ്കട പൊന്നുമോളെ ആകെയുള്ള പെൺകിടാവേ, വീരാങ്കട പൊന്നുമോളെ ആകെയുള്ള പെൺകിടാവേ, ഉദ്ദേശത്തെ പൊന്നെ കല്യാണം, നാളെയാണ് കണ്ണേ കല്യാണം, ഉദ്ദേശത്തെ പൊന്നെ കല്യാണം, നാളെയാണ് കണ്ണേ കല്യാണം. ചേലഞ്ചും പുഞ്ചിരി തൂകി നിൽക്കുന്നൊരു ഫൗസിയ മോളെ, നിക്കാഹിനൊരുങ്ങി നിൽക്കണ സുന്ദരി പെണ്ണെ, പെണ്ണെ മണവാട്ടി പെണ്ണെ, പെണ്ണെ മണവാട്ടി പെണ്ണെ. ഗതിജാടെ ആറ്റുമോളെ പൊന്നിണയാം പെങ്ങളാണ്, ഗതിജാടെ ആറ്റുമോളെ പൊന്നിണയാം പെങ്ങളാണ്, സ്വർഗത്തിലെ ഹൂറി പോരുള്ളോളെ, മധുറും പൊന്നെ മധുവിതുനാളെ, സ്വർഗത്തിലെ ഹൂറി പോരുള്ളോളെ, മധുറും പൊന്നെ മധുവിതുനാളെ. ചേലഞ്ചും പുഞ്ചിരി തൂകി നിൽക്കുന്നൊരു ഫൗസിയ മോളെ, നിക്കാഹിനൊരുങ്ങി നിൽക്കണ സുന്ദരി പെണ്ണെ, പെണ്ണെ മണവാട്ടി പെണ്ണെ, പെണ്ണെ മണവാട്ടി പെണ്ണെ. ചേലഞ്ചും പുഞ്ചിരി തൂകി നിൽക്കുന്നൊരു ഫൗസിയ മോളെ, നിക്കാഹിനൊരുങ്ങി നിൽക്കണ സുന്ദരി പെണ്ണെ, പെണ്ണെ മണവാട്ടി പെണ്ണെ, പെണ്ണെ മണവാട്ടി പെണ്ണെ, പെണ്ണെ മണവാട്ടി പെണ്ണെ, പെണ്ണെ മണവാട്ടി